ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാത്തരം കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു. ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി. ചെറുതുരുത്തി കൊഴുമാമ്പറമ്പ് പൂരത്തോടനുബന്ധിച്ച് ക്ഷേത്ര കലാ സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന സാംസ്കാരിക സമ്മേളനവും പുരസ്കാര സമർപ്പണവും ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ഡോക്ടർ ടി.കെ. വിജയൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രങ്ങൾ ഇവയ്ക്കൊക്കെ പ്രോത്സാഹനം നൽകുന്ന കേന്ദ്രങ്ങളായിട്ട് മാറാനുള്ള സാഹചര്യം എന്തായിരുന്നു? അങ്ങനെ നമ്മൾ ആലോചിക്കുമ്പോൾ എന്താണ് ക്ഷേത്രം, ക്ഷേത്രം എന്ന് പറയുന്ന സങ്കല്പം എങ്ങനെയാണ് ഉടലെടുത്തത് എന്നൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടി വരും. ക്ഷേത്രങ്ങൾ ആരാധനാ കേന്ദ്രങ്ങളാണ്. നമുക്കൊക്കെ നമ്മുടെ മനസ്സിലുള്ളതായിരിക്കുന്ന സന്തോഷമായാലും ദുഃഖമായാലും അറുതിയായാലും വെറുതിയായാലും ഇതൊക്കെ നമുക്ക് മനസ്സ് തുറന്ന് പറയുവാനും പ്രാർത്ഥിക്കുവാനുമൊക്കെയുള്ള ഇടമാണ് ക്ഷേത്രങ്ങൾ. ആ ക്ഷേത്രത്തിൽ സർവവ്യാപിയായിട്ടുള്ള ഈശ്വരനെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പം അങ്ങനെയാണ്. സർവവ്യാപിയാണ്, സർവശക്തനാണ്, സർവജ്ഞനാണ്. ഇങ്ങനെ എല്ലാം തികഞ്ഞ ഒരു ചൈതന്യ സ്വരൂപമായിട്ടാണ്. സാംസ്കാരിക സമിതി പ്രോഗ്രാം കോർഡിനേറ്റർ കൃഷ്ണകുമാർ പൊതുവാൾ അധ്യക്ഷത വഹിച്ചു. വള്ളത്തോൾ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ, ചെറുതുരുത്തി CI A. അനന്തകൃഷ്ണൻ, ക്ഷേത്രം ട്രസ്റ്റി മണ്ണടിമന നാരായണൻ നമ്പൂതിരിപ്പാട്, സമിതി സെക്രട്ടറി PG രതീഷ്, ട്രഷറർ മനോജ് തൈക്കാട്ടിൽ, KK മുരളീധരൻ, NK ശശികുമാർ, സന്ധ്യ മണ്ണത്ത് എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിൽ പൊൻചിലമ്പ് പുരസ്കാരം കലാമണ്ഡലം ഗോപാലകൃഷ്ണനും, മുരളീരവം പുരസ്കാരം ഡോക്ടർ P. കൃഷ്ണദാസിനും, ഗീതാനന്ദൻ പുരസ്കാരം കലാമണ്ഡലം കാർത്തികനും, രവികിരണം പുരസ്കാരം ഡോക്ടർ വാസുദേവൻ വൈദ്യർക്കും, രാഘവീയം പുരസ്കാരം KP കമലയ്ക്കും സമ്മാനിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. MCV ന്യൂസ്, ചെറുതുരുത്തി.